വണ്ടി Volkswagen polo ആണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഓയിൽ ലീക്കാണ് എഞ്ചിനിൽ വരുന്നത്. എഞ്ചിൻ്റെ സൈഡ് അടിയിൽ നിന്നാണ് ഹെവി ഓയിൽ ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 1,23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത സർവീസ് വരുന്നത് 1,25,000 നേരത്തെ ചെയ്തതെന്ന്. അടുത്ത കിലോമീറ്റർ വരുന്നത് 1,25,000 വരുന്നത്. ഇതെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റിക്കിൽ നോക്കുമ്പോൾ ഏകദേശം 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു 8,000 ചില്ലാനും കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം സ്റ്റിക്കിൽ ഇപ്പോൾ ഓയിൽ തീരെ കാണിക്കുന്നില്ല. പക്ഷെ അടിയിൽ ഓയിലുണ്ട്, സ്റ്റിക്കിൽ എന്നൊരു ഡ്രോപ്പ് മാത്രമായിട്ടേ കാണിക്കുന്നുള്ളൂ ഇപ്പം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തപ്പോൾ അടിയിൽ നിന്ന് ഫുള്ളായിട്ട് ഹെവി ആയിട്ട് ലീക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളപ്പോൾ ഷീൽഡ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഷീൽഡിൽ തന്നെ ഏകദേശം നല്ലവണ്ണം ഓയിൽ ഉണ്ടായിരുന്നത്. ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടോ, ഇത്രത്തോളം ഓയിൽ ഇതിൻ്റെ അണ്ടർ ഷീൽഡിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടിയിൽ ഒന്നുകൂടെ നോക്കാതെ എവിടെ നിന്നാണ് കറക്റ്റ് ലീക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് കൺഫേം ചെയ്യാം. നമ്മളിപ്പോൾ നോക്കിയതിൽ ഈ ടോപ്പ് കവറിന്നോ അവിടെ നിന്നൊന്നും ലീക്കൊന്നും ഇല്ല. കംപ്ലീറ്റും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അടിയിൽ നിന്ന് തന്നെയാണ് ലീക്ക് വന്നിട്ടുള്ളത്. നമുക്കെന്തായാലും അടിയിലൊന്ന് നോക്കി നോക്കാം അതിൻ്റെ ലീക്ക് എവിടെ നിന്നാണ്. പക്ഷെ നോക്കുമ്പോൾ ഇതിൽ ഡ്രൈനറ്റിൻ്റെ ഭാഗത്തൊന്നും ലീക്കൊന്നും ഒട്ടും തന്നെ ഇല്ല. പക്കയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു ലീക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് അടിച്ചിട്ട് കാറ്റിൽ വന്ന് അടിച്ചിട്ടുള്ള ലീക്കാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. മെയിനായിട്ട് ലീക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓയിൽ കൂളറിൽ നിന്നാണ്. കണ്ടോ, ഓയിൽ കൂളറിലെ ബാക്ക് കവറിൽ നിന്നാണ് ലീക്ക് വന്നിരിക്കുന്നത്. ഹെവി ആയിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും ഹെവി ലീക്കാണത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഓയിൽ കൂളർ അഴിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഓറിംഗ് ആണ് വരുന്നത്. എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ കൂളറിൽ എന്തെങ്കിലും ഡാമേജ് വിട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പേസ്റ്റ് ഇട്ടിട്ട് കയറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഓറിംഗ് മാറ്റുകയാണെങ്കിൽ ഓറിംഗ് മാറ്റാം. നമുക്ക് എന്തായാലും അഴിച്ചിട്ട് നോക്കാം അത് എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു വിടാം. അപ്പോൾ നമ്മൾ മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ EGR എന്ന് വരുന്ന ആ ലൈൻ കണ്ടോ, കംപ്ലീറ്റ് ബ്ലോക്കാണ് ഇതിനകത്ത്. നല്ലോണം കാർബൺ കയറിയിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, ഇത് ഇത്രയും കാർബണാണ്. അപ്പോൾ നമുക്കിത് എന്തായാലും മാനിഫോൾഡും അതുപോലെ അതിൻ്റെ EGR-ഉം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് പക്കയാക്കാം. എന്തായാലും എന്താ വെച്ചാൽ അത്രയും കാർബൺ അതിനകത്ത് കയറിയത് കൊണ്ട് ഫുള്ള് ബ്ലോക്കാണ് അത്. വേണ്ട, നമുക്ക് ഈ പൈപ്പ് മാത്രം ബ്രാക്കറ്റ് മാത്രം അഴിച്ച് ക്ലീൻ ചെയ്താലും മതിയാവും. മാനിഫോൾഡിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ ഡാമേജ് ഇല്ലെങ്കിൽ എന്നാലും ക്ലീൻ ചെയ്യാം. എന്താ വെച്ചാൽ ഡസ്റ്റ് ഉണ്ട് ഉള്ളിൽ. കണ്ടോ, നമുക്ക് ഫുള്ളായിട്ട് തന്നെ അഴിച്ച് ചെയ്യാം. അതിനകത്ത് നമ്മളിതിൻ്റെ ഇപ്പോൾ ഓയിൽ കൂളർ അഴിച്ചിട്ടുണ്ട്. ഇതാണ് ഓയിൽ സർക്കുലേഷൻ വരുന്ന ലൈൻ. ഇത് വാട്ടറിൻ്റെയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു ഓറിങ് വരും. ഈ ഓറിങ് ഹാർഡായിട്ടാണ് ഈ ലീക്ക് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ വാട്ടർ ജാക്കിൻ്റെ ഓറിങ് കംപ്ലീറ്റും പൊട്ടി നിൽക്കണം. കണ്ടില്ലേ, വേണ്ട. അപ്പോൾ എന്തായാലും നമുക്കിത് ഓറിങ്ങായിട്ട് സെപ്പറേറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഈ അസംബിളായിട്ട് തന്നെ മാറ്റേണ്ടി വരും ഇത്. അല്ലാത്ത പക്ഷം ഇത് കംപ്ലീറ്റ് ലീക്ക് നിൽക്കില്ല അതിനകത്ത്. അപ്പോൾ ഈ വാട്ടർ ജാക്കറ്റിൻ്റെ ഓറിങ് പോയതുകൊണ്ട് നമ്മളിത് മാറ്റാതെ വിട്ട് കഴിഞ്ഞാൽ ഈ സർക്കുലേഷൻ നേരെ ഇവിടെ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ മതി കൂളൻറ്റിലേക്ക് ചാടും. അത് മറ്റേ ഓയിലിലേക്ക് ചാടും. ഓയിലും പിന്നെ കൂളൻറ്റും മിക്സ് ആകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസ് മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതാണ് അതിൻ്റെ ഓറിങ് വരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ എന്തായാലും നമുക്കിത് സെറ്റോടുകൂടി തന്നെ ഇപ്പോൾ മാറ്റാം. നമുക്ക് പുതിയ ഓയിൽ കൂളർ അസംബ്ലി വന്നിട്ടുണ്ട്. നേരത്തെ ലീക്ക് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറിങ് പോയിട്ടാണ് ലീക്ക് ഉണ്ടായിരുന്നത്. ഈ കാണുന്ന ഓറിങ്. അപ്പോൾ അതുപോലെ തന്നെ വാട്ടർ ജാക്കിൻ്റെ ഓറിങ് ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ഓറിങ് ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള വാട്ടർ കംപ്ലീറ്റ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും. മനസ്സിലായില്ലേ, ഈ ഓയിലും വെള്ളവും കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ആവും. നമുക്ക് എന്തായാലും അസംബ്ലി തന്നെ മാറ്റാം. ഇപ്പോൾ പുതിയ അസംബ്ലി വന്നിട്ടുണ്ട്. നമുക്കിതെന്തായാലും വണ്ടിക്കകത്ത് കയറ്റാം. നമ്മുടെ പോളോയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്തത് ഓയിൽ കൂളർ അസംബ്ലിയാണ് ഇതിനകത്ത് മാറിയത്. ഇപ്പോൾ അത് പക്ക ഓക്കെയാണ്. ഇപ്പോൾ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം നമ്മളൊരു 4 മണിക്കൂർ റണ്ണിങ് ഇട്ടിട്ടുണ്ട് വണ്ടി. റണ്ണിങ് ഇടുമ്പോഴും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഈ കുറച്ച് കാണുന്ന ഡീസൽ ബ്ലീഡ് ചെയ്യുമ്പോൾ വന്ന ലീക്കാണ്. അതൊന്നുകൂടെ നമ്മൾ വാഷിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റാക്കുക. വാഷിങ് ഇതിൽ അകത്ത് വലിയ പ്രഷറിലും അടിക്കാൻ പറ്റില്ല, ചെറിയൊരു പ്രഷറിൽ അടിക്കാൻ പറ്റുള്ളൂ. എന്നാലും നമുക്കൊന്ന് ഈ സൈഡൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ബാക്കി ഡ്രോപ്പേജുള്ള ലീക്ക് കംപ്ലീറ്റും നിന്നിട്ടുണ്ട്. യാതൊരുവിധ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഓയിൽ കൂളർ മാറിയതിന് ശേഷം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കൂളൻറ്റിലേക്ക് ഓയിൽ കയറുന്നുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത്. ഞാനിപ്പോൾ റണ്ണിങ്ങിൽ ഓടി വന്നതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ തുറക്കുന്നില്ല.
ഒരു 10-15 കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇല്ല, ലീക്കൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ 4 മണിക്കൂർ റണ്ണിങ് കഴിഞ്ഞിട്ട് റൺ ചെയ്ത് ഒരു അരമണിക്കൂർ നിർത്തിയിട്ടതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. ഏതൊരു ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്താലും അതിന് സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പോയിട്ട് തിരിച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടോ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഓടിച്ച് നോക്കുമ്പോൾ പുള്ളിങ്ങിനും പ്രശ്നങ്ങളോ ഒന്നുമില്ല. നേരത്തെക്കാളും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനിഫോൾഡും EGR-ൻ്റെ പൈപ്പും ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വേരിയേഷൻ. നേരത്തെ പുള്ളിങ്ങിൻ്റെ അത്ര വലിയ ബ്ലോക്കൊന്നും ഇല്ല അതിനകത്ത്, നമ്മൾ അഴിച്ചത് കൊണ്ട് അത് ക്ലീൻ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ആ ഭാഗവും ക്ലിയറാണ്. മാനിഫോൾഡിൻ്റെ ഭാഗം EGR-ഉം ബാക്കിലുണ്ട് വാൾവും കാര്യങ്ങളൊക്കെ, അത് നമ്മൾ ചെയ്തില്ല. ഈ പൈപ്പ് മാത്രമേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗം ഇപ്പോൾ പക്ക ക്ലിയറാണ്. വേറെ ബുദ്ധിമുട്ടുകളോ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്ത് ഈ ഒരു വർക്കും അതുപോലെ ജനറൽ സർവീസുമാണ് ഇതിനകത്ത് ചെയ്തത്. ഓയിൽ ഫിൽറ്ററും ഓയിൽ ചേഞ്ചിങ്ങും അതുപോലെ 4 ബ്രേക്ക് ക്ലീനിങ്ങും അങ്ങനെയുള്ള വർക്ക് മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗം നമ്മളിപ്പോൾ ചെയ്ത ഭാഗം പക്ക പെർഫെക്റ്റ്ലി ആണ്. പിന്നെ സ്കാൻ ചെയ്ത് നോക്കി യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ ഇത്രയും സെൻസർ അഴിക്കുമ്പോൾ നമ്മൾ തിരിച്ച് കൊടുക്കുമ്പോൾ എന്തായാലും ഹിസ്റ്ററി വന്ന് കിടക്കും. നമ്മൾ എങ്ങാനും കീ എന്തെങ്കിലും വേണ്ടി ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചുവിട്ട സെൻസേഴ്സിൻ്റെ എല്ലാ ഹിസ്റ്ററി അതിനകത്ത് വന്ന് കിടക്കും. നമ്മളത് ഇട്ടിട്ട് വീണ്ടും നമ്മൾ നെഗറ്റീവ് വരെ വിടിച്ചിട്ട് കൊടുക്കുമ്പോഴും ആ ഒരു പ്രശ്നം ഉണ്ടാവും. അതിൽ ഹിസ്റ്ററിയിൽ വന്ന് കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു വേരിയേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് അതിൻ്റെ കോഡുകൾ എല്ലാം എറേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, ഓടിക്കാനും ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.